എല്ലാവർക്കും നമസ്കാരം. സാന്ത്വനം ടൂവിൻ്റെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ ഗോമതിയുടെ പിന്നാലെ നടന്നിട്ട് ബാലൻ വിവരങ്ങളൊക്കെ തിരക്കാണ്. ഇടി ആര്യൻ എവിടെ പോയതാണ്? ഇത്രയും സമയമായിട്ട് യൂണിവേഴ്സിറ്റി പോയിട്ട് ഇവിടെ എത്തേണ്ട സമയമൊക്കെ കഴിഞ്ഞല്ലോ. നിങ്ങൾ വന്നിട്ട് തന്നെ ഇപ്പം എത്ര സമയമായി? ദേ അവനെ മര്യാദക്ക് വിളിച്ചു വരുത്ത്. നീയാണ് അവനെ ഇങ്ങനെ വഷളാക്കുന്നത് എന്നും പറഞ്ഞ് ഗോമതിയുടെ പിന്നാലെ കൂടുകയാണ്. അപ്പം ഈ സമയത്താണെങ്കിൽ ഗോമതിക്ക് സത്യങ്ങളൊന്നും നമ്മുടെ ബാലൻ്റെ അടുത്ത് തുറന്നു പറയാനുള്ള ശക്തിയൊന്നുമില്ല. അപ്പം നേരെ മരുമോളെ നോക്കുകയാണ്. മീനാക്ഷി മോളെ, നീ എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്ക്. അമ്മേ, എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അവസാനം മീനാക്ഷി മോളെ എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? ഇപ്പം തന്നെ എൻ്റെ കെട്ടിയവനുൾപ്പെടെ ഈ കാര്യത്തിൽ നല്ല സംശയമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് മുറ്റത്ത് നമ്മുടെ ആര്യനും മിത്രയും കൂടി വന്നെത്തുന്നത്. അവിടെ ഒരു കാറ് വരുമ്പോഴത്തേക്കിനും നമ്മുടെ മിത്ര തിരിച്ചു വന്നതാണ് എന്നുള്ള രീതിയിലൊക്കെ ദേവമംഗലംകാരും അതുപോലെ തന്നെ കണിമംഗലംകാരും ഒക്കെ മുറ്റത്തിറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോഴത്തേക്കിനും അതിൽ നിന്നും നമ്മുടെ ആര്യൻ്റെ കൈയും പിടിച്ച് മിത്ര ഇറങ്ങി വരുന്ന കാഴ്ച കാണുകയാണ്. നേരെ തന്നെ മിത്രയുടെ അച്ഛനും ചെറിയച്ഛനും കൂടി ഇങ്ങ് കലി കയറി വരികയാണ്. ഇതെന്താണ്, നീ എവിടെ പോയതാണ് എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ മിത്രയുടെ നേരെ ദേഷ്യപ്പെട്ട് സംസാരിക്കുക. അപ്പം ഒരാങ്ങളപ്പയ്യനുണ്ടല്ലോ, അവനാണെങ്കിൽ നേരെ വന്നിട്ട് ചോദിച്ചു, എടി നീ ഞങ്ങളെയൊക്കെ ഇത്രയധികം അപമാനിച്ചിട്ട് നീ എവിടെ പോയതായിരുന്നു? അതും ഇവൻ്റെ ഒപ്പം എവിടെ പോയതാണ് എന്നൊക്കെ ചോദിക്കുമ്പം അതെ, അത് ഒരു തെറ്റു പറ്റിപ്പോയേട്ടാ, എന്നോട് ക്ഷമിക്കണമെന്നും പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് മാപ്പ് ചോദിക്കുകയാണ്. ഒന്നും പറയാനില്ല, ഇനി ഞങ്ങൾ പറയുന്നത് നീ അനുസരിക്കണം, മര്യാദക്ക് വീട്ടിലേക്ക് വരാൻ പറയുകയാണ്. അപ്പോഴത്തേക്കിനും ഇവളുടെ കഴുത്തിൽ കിടക്കുന്ന താലിമാല അത് നമ്മുടെ മിത്രയുടെ അമ്മ ശ്രദ്ധിക്കുകയാണ്. അതുപോലെ നമ്മുടെ മുത്തശ്ശിയും വന്നു. മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ നിന്റെ വിവാഹം കഴിഞ്ഞോ? ഇതെന്തൊക്കെയാ മോളെ ഇവിടെ നടക്കുന്നത്? അത് മുത്തശ്ശി എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. അപ്പം മിത്ര സത്യങ്ങൾ പറയാൻ തുടങ്ങുന്ന സമയത്ത് ഗോമതി അവിടെ ചാടി വീഴുകയാണ്. അല്ല മിത്രേ, നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? അത് ഒന്നും പറയണ്ട, എൻ്റെ ആരിൻ്റെ വിവാഹം നടന്നു എന്നും പറഞ്ഞിട്ട് മിത്ര സംഭവങ്ങൾ മുഴുവനും അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചു. അപ്പം അവർ പറഞ്ഞു, അതെ, എത്രയും പെട്ടെന്ന് തന്നെ ഇവൻ കെട്ടി ഈ താലിമാല അത് ഊരി അവന് കൊടുത്തിട്ട് നീ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ മിത്രയുടെ അടുത്ത് ആര്യനാണെങ്കിൽ പതുക്കെ വന്നിട്ട് പറഞ്ഞു, അതേ മിത്രേ, നിനക്ക് ഇപ്പം ഒരു തീരുമാനം എടുക്കാൻ പറ്റിയ സമയം തന്നെയാണ്. നീ ഒരു കാര്യം ചെയ്, നമുക്ക് ഇങ്ങനെയുള്ളൊരു തെറ്റ് പറ്റി പോയല്ലോ, അപ്പം ഇത് മാല ഇപ്പം തന്നെ പൊട്ടിച്ചിങ്ങ് തന്നേക്ക്. അതിനുശേഷം നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് പോയിക്കോ എന്ന് പറഞ്ഞു. അപ്പം മുഴുവനും ദേഷ്യവും നമ്മുടെ ബാലനോട് തീർക്കുകയാണ് അനന്തനും അതുപോലെ തന്നെ അവൻ്റെ അനുജനും ഒക്കെ. അനന്തൻ പറഞ്ഞു, അതെ, ഈ കുടുംബത്തെ മുഴുവനും അപമാനിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അല്ലേടോ നീ നിന്റെ മകനെ കൊണ്ട് എൻ്റെ മകളുടെ കഴുത്തിൽ താലി കെട്ടിച്ചതെന്ന്. സത്യം പറഞ്ഞ നമ്മുടെ ബാലൻ ഈ കാര്യത്തിൽ പാവം നിസ്സഹായനായി നിൽക്കുകയാണ്. ഒരു കാര്യത്തിലും ഒന്നിലും ഒരു പങ്കും ഇല്ലാതെ ബാലൻ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പം ആര്യം പറഞ്ഞു, അച്ഛാ എന്നോട് ക്ഷമിക്കണം, എനിക്ക് ഇങ്ങനെയുള്ളൊരു തെറ്റു പറ്റിപ്പോയി, എനിക്ക് ഇവളെ വിവാഹം കഴിക്കേണ്ടി വന്നു എന്നൊക്കെ പറയുമ്പം നമ്മുടെ ഗോമതി പറഞ്ഞു, എടാ അച്ഛനോട് അച്ഛൻ്റെ കാല് തൊട്ട് മാപ്പ് ചോദിക്ക്, എന്നിട്ട് അവളെയും കൂട്ടിയിട്ട് അകത്തോട്ട് പോകുന്നു പറഞ്ഞു. നിൽക്കടാ അവിടെ നിന്നും പറഞ്ഞ് ആര്യനെ അവിടെ പിടിച്ച് നിർത്തിയിട്ട് ബാലൻ ഒരു ചോദ്യം ചോദിക്കാൻ തുടങ്ങി. യൂണിവേഴ്സിറ്റിയിൽ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഇവളെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണോ പോയത്? സത്യം പറയും, നിങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നൊക്കെ ബാലൻ ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ ആര്യൻ അത് നിഷേധിക്കാത്ത രീതിയിൽ അമ്മയെ കാട്ടിക്കൊടുക്കരുതല്ലോ, അതിന് വേണ്ടിയിട്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ ബാലൻ്റെ അടുത്ത് നിന്ന് മറച്ചു പിടിക്കുകയാണ്. ബാല, നിർത്തിക്കോ നീ നിന്റെ നാടകം. നീ എന്തിനാ ഈ നാടകം കളിക്കുന്നത്? ഇതിനു മുന്നേ എൻ്റെ പെങ്ങളെ നീ വിളിച്ചിറക്കി കൊണ്ടുപോയി അവളുടെ കഴുത്തിൽ താലി കെട്ടി. ആ സമയമാണ് എൻ്റെ അച്ഛൻ വീണത്. അന്ന് നിനക്ക് ഈ ചതി തന്നെയല്ലേ ഞങ്ങളുടെ കുടുംബത്തോട് ചെയ്തത്? അതും പോരാഞ്ഞിട്ട് വർഷങ്ങൾക്ക് ഇപ്പുറം ഞങ്ങളുടെ കുടുംബത്തിലെ ഏക പെൺസന്തതിയെ അവളെ കൂടി നീ നിന്റെ വീട്ടിലേക്ക് കൂട്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞ് അനന്തൻ ഇങ്ങനെ നിന്ന് ദേഷ്യപ്പെടുക. അപ്പം ഈ സമയം നമ്മുടെ മിത്രയാണെങ്കിൽ എന്ത് ചെയ്യും? തൻ്റെ ഉറ്റവരോടും ഉടയവരോടും ഒക്കെ ഒപ്പം പോകണോ, അതോ ഇപ്പം തന്നെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷിച്ച ഗോമതി അപ്പച്ചിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണോ എന്നുള്ള രീതിയിൽ അവളിങ്ങനെ ആലോചിക്കുക. അവളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നല്ലോ ഗുരുവായൂർ അമ്പല നടയിൽ വെച്ചിട്ട് താലി കെട്ടണം എന്നുള്ള ആ ഒരു ആഗ്രഹം. അവിടെ വെച്ച് ഭഗവാന്റെ മുന്നിൽ വെച്ച് നടന്ന ആ ഒരു വിവാഹം ആയതുകൊണ്ട് തന്നെ നമ്മുടെ മിത്ര ഇങ്ങനെ ആശയക്കുഴപ്പത്തിൽ നിൽക്കുകയാണ്. ഈ സമയമാണെങ്കിൽ
ആര്യം വന്നു മിത്രയോട് ഒന്നുകൂടി സംസാരിച്ചു. മിത്രേ, നിനക്ക് ഈ സമയത്ത് നിന്റെ വീട്ടിലേക്ക് പോകാൻ പറ്റിയ ബെസ്റ്റ് ചാൻസ് ആണ്. നിനക്ക് അങ്ങനെ പോകണമെങ്കിൽ പോവാട്ടോ. ഞാനായിട്ട് നിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല എന്നൊക്കെ പറഞ്ഞു. അമ്മയ്ക്ക് കൊടുത്ത വാക്ക് അത് ഞാൻ ഒരിക്കലും തെറ്റിക്കില്ല. എൻ്റെ അമ്മയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞ് ആര്യൻ മിത്രയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. മിത്രയാണെങ്കിലോ അമ്മയും ചെറിയമ്മയും ഒക്കെ കൂടി ചേർന്ന് നിർബന്ധിക്കുകയാണ്. മോളെ, പറ്റിയതൊക്കെ പറ്റി. ഇനി നീ ആ താലിമാല അങ്ങ് കൊടുത്തിട്ട് നീ വീട്ടിലേക്ക് വാന്ന് പറഞ്ഞു. മിത്രയുടെ അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മിത്ര ഏതൊക്കെ രീതിയിൽ സംസാരിക്കുമെന്നുള്ളത് അവളുടെ അച്ഛനും അമ്മയ്ക്കും അതുപോലെ മറ്റു കുടുംബക്കാർക്കും ഒക്കെ ബോധ്യപ്പെടുന്നത്. എൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലി എൻ്റെ ആര്യൻ കല്യാണം കഴിച്ചതാണ്. ആര്യൻ കെട്ടിത്തന്ന ആ ഒരു താലി ഉപേക്ഷിച്ചിട്ട് ഞാനിനി ഒരിക്കലും ദേവമംഗലത്തേക്ക് വരില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ മിത്ര അവളുടെ അച്ഛനും അമ്മയും വിളിച്ചിട്ട് അവരോടൊപ്പം പോകാതെ ആര്യൻ്റെ കൈയും പിടിച്ച് ബാലൻ്റെ കുടുംബത്തേക്ക് കയറി വരുന്നത് കാണിച്ചുകൊണ്ടാണ് ആ ഒരു പ്രമോ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ ഗോമതി ആണെങ്കിലും മൊത്തത്തിൽ ധർമ്മസങ്കടത്തിൽപ്പെട്ട് നിൽക്കുക, തൻ്റെ ഭർത്താവിനോട് ഇത്രയും വലിയൊരു കാര്യം മറച്ചു പിടിച്ചതിൻ്റെ സങ്കടത്തിൽ. അപ്പം ആ ഒരു വിശേഷത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക്